ഹലോ ചാപ്റ്റർ 1 ഷേപ്സ് അറൗണ്ട് അസ്. ഇതിന്റെ മേജർ പോർഷൻ 3 വീഡിയോകളിലായിട്ട് ചെയ്തു കഴിഞ്ഞു. അവസാനത്തെ ഭാഗമാണിത്. അപ്പൊ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Can you make a circle using straws? Look at the picture. The length of the straws in this picture are. What will happen if we take straws of unequal length? ഓക്കെ, നമുക്കറിയാം ഇതൊരു സർക്കുലാർ ഷേപ്പ് ആണ്. ഇതിന് സർക്കിൾ എന്നാണ് പറയുന്നത്. സ്ട്രോസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാ സർക്കിൾ ഉണ്ടാക്കുക? സ്ട്രോ ഇങ്ങനെ വെച്ച് 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 സർക്കിൾ ആക്കുകയാണോ? അല്ല. ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രോ വെച്ചു, 2 സ്ട്രോ വെച്ചു, 3 സ്ട്രോ വെച്ചു, 4 സ്ട്രോ, 5 സ്ട്രോ, അങ്ങനെ കുറേ സ്ട്രോസ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ എൻഡ് പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുക. അൾട്ടിമേറ്റ്ലി ഇത് കാണുന്ന സമയത്ത് എന്താ തോന്നുന്നത്? ഒരു സർക്കിൾ പോലെ ഉണ്ടല്ലേ? അപ്പോ ഒരു പോയിന്റിൽ നിന്ന് കുറേ സ്ട്രോസ് ഇങ്ങനെ ചുറ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രോസ് ഇൻ ദിസ് പിക്ചർ ആർ. ഇവിടെ കാണുന്ന സമയത്ത് ഈ സ്ട്രോസിന്റെ ഒക്കെ ലെങ്ത് എന്താണ്? ഈക്വൽ ആണോ അൺഈക്വൽ ആണോ? അത് ഈക്വൽ ആണ്. ഇനി വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി ടേക്ക് സ്ട്രോസ് ഓഫ് അൺഈക്വൽ ലെങ്ത്? ഇത് അൺഈക്വൽ ആയിരുന്നെങ്കിൽ എന്തായനെ? ഇപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ ഈ സ്ട്രോന്റെ ലെങ്ത് എന്ന് വിചാരിക്കുക. ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ ഒരേ സൈസ്. അപ്പൊ എന്ത് പറ്റും? ഇങ്ങനെ വന്നിട്ട് ഈ പോയിന്റിൽ എത്തിയിട്ട് അടുത്ത് നമ്മൾ ഇങ്ങനെയായിരിക്കും വരയ്ക്കുന്നത് അല്ലേ? ഈ ഒരു ഷേപ്പ് ഒരു സർക്കിൾ അല്ല, ഇതൊരു വേറെ ഷേപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വാട്ട് വിൽ ഹാപ്പൻ? അത് സർക്കിൾ ആവില്ല. ഇറ്റ് വിൽ നോട്ട് ബിക്കം എ സർക്കിൾ. ലെറ്റ് us make. Can you use a scale to draw a circular shape? Let's see. ഇപ്പോൾ സ്ട്രോസ് ഉപയോഗിച്ച് നമ്മൾ ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ടാക്കി. ഇനി ചോദിക്കുന്നത് സ്കെയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ്. നേരത്തെ സ്ട്രോ വെച്ചതുപോലെ തന്നെ സ്കെയിലിൽ ഇങ്ങനെ മാർക്കിങ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ബുക്കിൽ ഒരു സെൻട്രൽ പോയിന്റ് എ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഏതൊരു വാല്യൂ വേണമെങ്കിലും എടുക്കാം. നമുക്കൊരു എക്സാമ്പിളിന് ഒരു 4 സെന്റിമീറ്റർ, ഇതാ 1 2 3 4, ഇതാണ് 4 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ ഈ ഒരു 4 സെന്റിമീറ്റർ സ്കെയിലിൽ ഇവിടേക്ക് മാർക്ക് ചെയ്യാം. ഏത് ഡിസ്റ്റൻസ് വേണമെങ്കിലും എടുക്കാം. 4. അതേ സ്കെയില് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് 0 ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ 4 4 4 അങ്ങനെ ഒരേ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതിന് അടുപ്പിച്ച് ഇതേപോലത്തെ കുറേ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു എൻഡ് കിട്ടുന്നത് അഗെയിൻ സർക്കുലർ ഷേപ്പ് ആയിരിക്കും. മാർക്ക് എ പോയിന്റ് എ, draw many points that are an equal distance from point A. Equal distance എന്ന് പറഞ്ഞാൽ any distance നിങ്ങൾക്ക് എടുക്കാം. കണക്ട് ദ ഡോട്ട്സ് ഫ്രീ ഹാൻഡ്. ഈ എൻഡിൽ വന്നിരിക്കുന്ന ഡോട്ടുകളൊക്കെ കൈകൊണ്ട് ജോയിൻ ചെയ്യുക. What you get? A circle. The point A is center and the line from the center to the border of the circle is radius. അപ്പൊ സർക്കിളിന്റെ 2 മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഒന്ന് സെന്റർ, നടുഭാഗം, അല്ലെങ്കിൽ ആ ഒരു നടുവിലുള്ള പോയിന്റ്, അതാണല്ലേ സെന്റർ. നമുക്കറിയാം സർക്കിളിന്റെ ഏറ്റവും നടുക്കുള്ള പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് സെന്റർ ഓഫ് ദ സർക്കിൾ. ആൻഡ് ഇവിടുന്ന് നമ്മളിപ്പോ സ്കെയിൽ ഉപയോഗിച്ച് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കിയില്ലേ? മുമ്പത്തെ പിക്ചറിൽ ഒരു സ്ട്രോനെ കണ്ടില്ലേ? സ്ട്രോന്റെ ലെങ്ത് അത് ഏതാണോ ഉപയോഗിക്കുന്നത് അത്. അപ്പോ ആ ഒരു ലെങ്ത് അതിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്. സെന്റർ, റേഡിയസ്. സർക്കിളിന്റെ 2 ഇമ്പോർട്ടന്റ് പാർട്ടാണ് റേഡിയസ് ആൻഡ് സെന്റർ. Amazing circles. Take a piece of circular paper. Fold your paper in half and crease it well. ഒരു സർക്കുലർ പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങുന്ന സമയത്തൊക്കെ കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒരു സർക്കുലർ പേപ്പർ എടുത്തിട്ട് അത് കൃത്യമായിട്ട് മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഒരു ലൈൻസ് ഇല്ലേ, ആ മടക്കിന്റെ അടയാളമില്ലേ, അതിനാണ് ക്രീസ് എന്ന് പറയുന്നത് അല്ലേ? ഓപ്പൺ ദ ഫോൾഡ് ആൻഡ് മെഷർ ദ ലെങ്ത് ഓഫ് ദിസ് ക്രീസ് യൂസിങ് എ ത്രെഡ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ വന്നിരിക്കുന്ന മാർക്ക് ഇവിടെ മുതൽ ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മെഷർ ചെയ്യാം. Fold your paper in half
in a different way and crease it well. ഇപ്പൊ നമ്മൾ ഇങ്ങനെ മടക്കിയെങ്കിൽ ഇനി വേറൊരു ഡയറക്ഷനിൽ മടക്കി നോക്കുക. അപ്പൊ അടുത്ത ക്രീസ് ലൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഓപ്പൺ ദ ഫോൾഡ് ആൻഡ് മെഷർ ദ ലെങ്ത് ഓഫ് ദ ക്രീസ് അഗെയിൻ. ഇപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ ലൈൻ ഇതാണ്, ഇപ്പൊ കിട്ടിയ പുതിയ ലൈൻ ഇതാണ്. ഫോൾഡ് ഇറ്റ് അഗെയിൻ ഇൻ ഹാഫ് ഇൻ എ ഡിഫറെന്റ് വേ ആൻഡ് ക്രീസ് ഇറ്റ് വെൽ. ഇതുപോലെ തന്നെ വേറെ പല സൈഡിൽ നിന്നും കൃത്യമായിട്ട് ഡയറക്ഷൻ മാറ്റി മടക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പല 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 ലൈൻസ് കിട്ടും. നിങ്ങൾക്ക് ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ലൈൻസിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കാം. Length of all creases are equal or unequal? Equal. These creases are called diameter. Circle inde center പഠിച്ചു, radius പഠിച്ചു, ഇപ്പൊ പുതിയൊരു ടേം കൂടി diameter. This is called diameter of the circle. Discuss where the center is. Do you notice that all diameters pass through the center? എല്ലാ ഡയമീറ്റേഴ്സും ഈ സെന്ററിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട്. മെഷർ ദ ലെങ്ത് ഓഫ് ദ ക്രീസസ് ഫ്രം ദ സെന്റർ ടു ദ ബോർഡർ ഓഫ് ദ സർക്കിൾ. ദിസ് ഈസ് കോൾഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. നേരത്തെ ഓൾറെഡി നമ്മൾ റേഡിയസിനെ പറ്റി പഠിച്ചു. എന്താണ് റേഡിയസ്? ഈ സെന്റർ മുതൽ ഈ എഡ്ജ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഡിസ്റ്റൻസ്, ആ ഒരു ലൈൻ when it pass through the center of the circle, ആ ഒരു ലെങ്ത്തിന്റെ പേരാണ് diameter. Discuss if there any relationship between radius and diameter of a circle. ഈ ചിത്രം കണ്ടിട്ട് ഡയമീറ്ററും റേഡിയസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലെങ്ത് ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ്. ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്. അതിനർത്ഥം എന്താ? റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഹാഫ്, റേഡിയസ് ചെറുതാണ്, ഡയമീറ്റർ ഡബിൾ ആണ്, ഡയമീറ്റർ വലുതാണ്. Let us do. Fold the circular paper in half. Fold this half again in half. ഒരു പേപ്പർ എടുക്കുക, അത് ഫോൾഡ് ചെയ്യുക. ആ ഫോൾഡ് ചെയ്തതിനെ ഇനിയും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുക. ലെങ്ത് ഓഫ് ദ ഡയമീറ്റർ ഇസ്, മുമ്പേ നമ്മൾ പറഞ്ഞു, ഈ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതും അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളയും ഈ ഫുൾ ലെങ്തിനാണ് ഡയമീറ്റർ എന്ന് പറയുക. റേഡിയസോ ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്, അല്ലെങ്കിൽ ഇത് ഇത് ഇത്. അപ്പൊ ഈ 4 ലൈനും റേഡിയസ് ആണ്. അത് 4ഉം ഈക്വൽ തന്നെ ആയിരിക്കും. ലെങ്ത് ഓഫ് ദ ഡയമീറ്റർ ഈസ്, ഡയമീറ്റർ ആണ് വലുത്, അത് ഡബിൾ ആയിരിക്കും. ഡബിൾ ഓഫ് ദ ലെങ്ത് ഓഫ് ദ റേഡിയസ്. A circle can be made easily using a compass. ഇങ്ങനെയായിരിക്കും ഒരു കോമ്പസ് ഉണ്ടാവുന്നത് അല്ലേ? നിങ്ങളുടെയൊക്കെ ജോമെട്രി ബോക്സിൽ ഉണ്ടാവും. അപ്പൊ കോമ്പസ് ഒരു പോയിന്റിൽ, പേപ്പറിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കുത്തി വെച്ചിട്ട് കോമ്പസിൽ നിന്ന് കൈയെടുക്കാതെ അവിടെ കുത്തി വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കിൾ കിട്ടും. ആസ്ക് യുവർ ടീച്ചർ ടു ഹെൽപ്പ് യു യൂസ് എ കോമ്പസ്, മേക്ക് ദ ഫോളോയിങ് ഡിസൈൻ. അതിനുശേഷം ഇങ്ങനെയൊരു ഡിസൈൻ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കണം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ഒരു സെന്റർ പോയിന്റ് കിട്ടുമല്ലോ. അതിനുശേഷം കോമ്പസ് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇതുപോലെ കുറെ സർക്കിൾസ് വരച്ചിട്ട് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ശ്രമിച്ചാൽ മതി. അതിനുശേഷം ഉള്ളിൽ വരുന്ന പോർഷന് റെഡ് കളർ, പുറത്ത് യെല്ലോ കളർ, അതിനുശേഷം ഗ്രീൻ കളറും ബ്ലൂ കളറും ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. Look at the carpet design. A beautiful circle, right? Mark the center, radius and diameter of the circular design with any color of your choice. ഈ ഒരു ചിത്രത്തിൽ നോക്കിയിട്ട് ഇതിന്റെ സെന്ററും ഡയമീറ്ററും റേഡിയസും ഒക്കെ മാർക്ക് ചെയ്യാൻ പറ്റുമോ? സെന്റർ നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെയാണ് സെന്റർ വരുന്നത്. ഇനി ഡയമീറ്റർ എങ്ങനെ മാർക്ക് ചെയ്യും? ഒരു സ്കെയിൽ എടുക്കുക, എന്നിട്ടോ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും പാസ് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെക്കുക. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ തന്നെ വരയ്ക്കണം എന്നില്ല, ഏതെങ്കിലും ഒരു എഡ്ജിൽ നിന്ന്
അത് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന അടുത്ത എഡ്ജിൽ പോയി ടച്ച് ചെയ്യുന്നത് പോലെയുള്ള ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് സ്കെയിലിൽ മെഷർ ചെയ്ത് നോക്കൂ. അത് നിങ്ങളുടെ ഡയമീറ്റർ ആയിരിക്കും. ഇനി ഡയമീറ്ററിന്റെ ഹാഫ് അല്ലെങ്കിൽ സെൻട്രൽ നിന്ന് ഒരു എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് അതാണ് റേഡിയസ്. അപ്പോൾ ഈ വലിയ ലൈനാണ് ഡയമീറ്റർ, അതിന്റെ ഹാഫ് ആയിട്ടുള്ള ഈ ചെറിയ ലൈനാണ് റേഡിയസ്. ലുക്ക് അറ്റ് ദ വീൽസ്. ഓൾ വീൽസ് ലുക്ക് ലൈക്ക് സർക്കിൾ അല്ലെ? എല്ലാം ഒരു സർക്കിൾ പോലെയാണ് കാണാനുള്ളത്. നെയിം ദ വീൽ വിത്ത് ലോങ്സ്റ്റ് റേഡിയസ്. ഇതിൽ ഏറ്റവും ലോങ്സ്റ്റ് റേഡിയസ് ഏതാണെന്നാണ് നിങ്ങൾക്ക് കണ്ടിച്ച് തോന്നുന്നത്? ഇതിൽ വലിയ സർക്കിൾ ബി ആണല്ലേ? അപ്പൊ ലോങ്സ്റ്റ് ബി ആണ്. ഇനി ഷോർട്ടസ്റ്റോ? ഇതിൽ കാണുമ്പോൾ ഈ ഒരു ഡി ആണ് ചെറുത്, സോ അത് ഷോർട്ടസ്റ്റ് ആണ്. ലോങ്സ്റ്റ് ഡയമീറ്റർ, ലോങ്സ്റ്റ് റേഡിയസ് ഏതാണോ അത് തന്നെയായിരിക്കും ലോങ്സ്റ്റ് ഡയമീറ്റർ ബി, and shortest diameter D. Puzzling shapes. Identify the hidden shapes and write their names. ഇതിനുള്ളിൽ ഏതൊക്കെ ഷേപ്സ് കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം ഇതൊരു സ്ക്വയർ ആണ്. ഇനിയോ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ. പിന്നെ ഈ ഒരു ഷേപ്പ് ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഇത് സർക്കിൾ ആണ്. ഇവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ പോലെ തന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ ഇനി ഏതെങ്കിലും നമ്മൾ ഷേപ്പ് വിട്ടുപോയോ? ഇതിന്റെ സെന്ററിൽ ഒരു സിലിണ്ടർ ഉണ്ട്, സിലിണ്ടർ. Draw two lines to divide the triangle into one square and two triangles. ഇവിടെ തന്നിരിക്കുന്ന ഈ ട്രയാങ്കിളില് 2 ലൈൻസ് വരച്ചിട്ട് ഇതിനെ ഒരു ട്രയാങ്കിളും പിന്നെ ഒരു സ്ക്വയറും ആക്കി മാറ്റാം. എങ്ങനെ ചെയ്യാം? ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ കൊടുത്താൽ നമുക്കൊരു സ്ക്വയർ കിട്ടും. എന്നാൽ ഇവിടെ 1, 2, 2 ട്രയാങ്കിൾസും കിട്ടും. Draw 2 lines to divide the square into 3 triangles. അതെങ്ങനെയാ വരയ്ക്കുക? പല രീതിയിൽ വരയ്ക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പോ ഒരു വലിയ ട്രയാങ്കിൾ മുകളിലും ചെറിയ കുഞ്ഞു ട്രയാങ്കിൾ താഴെയും വരും. ഈ ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ ഫുൾ ലൈൻ വരച്ചിട്ട് ഇവിടെ ചെറിയ ലൈൻ വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ വേറെ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. Draw lines to show the cuts needed on the shapes in the left column to get the smaller shapes on the right. ഈ വലിയ ഷേപ്പിനെ ഇങ്ങനെയാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ആ കട്ട് മാർക്സ് ഇവിടെ കൊടുക്കാനാണ് പറയുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ വലിയൊരു ഹെക്സഗൺ തന്നിട്ടുണ്ട്. ഇതിനെ ഒരു റെക്റ്റാങ്കിളും 2 ട്രയാങ്കിളും ആക്കി മാറ്റണം. വളരെ ഈസിയാണ് അല്ലേ? നമുക്ക് ഇവിടെ ഒരു കട്ട് കൊടുക്കാം, പിന്നെയോ ഇവിടെ ഒരു കട്ട് കൊടുക്കാം. അപ്പോൾ 1, 2 ട്രയാങ്കിൾസും നടുക്ക് വലിയൊരു റെക്റ്റാങ്കിളും കിട്ടും. ഇനി ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാ? നമുക്ക് ആദ്യം ഈ സ്ക്വയറിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക സെന്ററിലൂടെ. അതിനുശേഷം ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ. ഇതൊക്കെ സ്കെയിൽ ഉപയോഗിച്ച് വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പോൾ 1, 2, 3, 4 സ്ട്രക്ചേഴ്സ് കിട്ടി. അത് ഇതുപോലെ ഉണ്ടാകും. അടുത്തത് ഈ ഒരു ട്രയാങ്കിളിനെ എങ്ങനെ ഇങ്ങനെയാക്കി കട്ട് ചെയ്യുക? നമുക്കൊരു ട്രയാങ്കിളും വേണം, ഒരു ഹെക്സഗണും വേണം, അതിന്റെ കൂടെ 2 കുഞ്ഞു ട്രയാങ്കിൾസും വേണം. എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം തന്നെ ഈ ട്രയാങ്കിളിനെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ മുകളിൽ ഒരു ട്രയാങ്കിൾ ആയി. ഇനി ഹെക്സഗൺ വേണം. ഹെക്സഗൺ ആക്കാൻ വേണ്ടി ഓൾറെഡി സൈഡ് ഇങ്ങനെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവിടെയും ഇങ്ങനെ വന്നു, ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പൊ ഇത് ഒരു ഹെക്സഗൺ ആണ്. നന്നായിട്ട് നിങ്ങളുടെ ബുക്കിൽ വരച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ 2 ലൈൻ, പിന്നെ ഇങ്ങനെ 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 ഇങ്ങനെ. ഇത് ഹെക്സഗൺ ആണ്. അപ്പോഴോ ഇവിടെ ഒരു കുഞ്ഞു ട്രയാങ്കിളും ഇവിടെ ഒരു കുഞ്ഞു ട്രയാങ്കിളും വരുന്നുണ്ട് അല്ലേ? Sort the 2D shape cards given at the end of the book into 3 groups according to their sides. നിങ്ങളുടെ ബുക്കിന്റെ എൻഡിൽ 2D ഷേപ്പ് കാർഡ്സ് തന്നിട്ടുണ്ട്. ഇതിനെ 3 ഗ്രൂപ്പ്സ് ആയിട്ട് സോർട്ട് ചെയ്യണം. ഡ്രോ ദ സോർട്ടഡ് ഷേപ്സ് ഇൻ ദ സ്പേസ് ഗിവൻ ബിലോ. എക്സ്പ്ലെയിൻ വൈ യു സോർട്ടഡ് യുവർ ഷേപ്സ് ഇൻ ദിസ് വേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 രീതിയിൽ ഇതിനെ സോർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സോർട്ട് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് മാത്രം.
നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ഷേപ്പിനെയും ഒരുമിച്ച് എഴുതാം. ഒരു ഓവൽ ഷേപ്പ് പിന്നെ ഒരു സർക്കുലർ ഷേപ്പ്. ഇതിന്റെ രണ്ടിന്റെയും റിലേഷൻ എന്താണ്? These shapes have only curved edges and no straight sides. ഇതിന് straight sides ഇല്ല, ഉള്ളത് curved edge ആണ്. ഇനി അടുത്ത ഗ്രൂപ്പ് ഇതും ചെയ്യാം. ഒരു സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ? These shapes are made of only straight edges. മുമ്പ് curved sides ആയിരുന്നു, ഇപ്പൊ straight sides ആണ്. ഇനി ബാക്കി വരുന്ന ഇതിനെയും ഒരു ഗ്രൂപ്പ് ആക്കാം. അത് ഒരു സെമി സർക്കിളും പിന്നെ ഒരു ക്വാർട്ടർ സർക്കിളുമാണ്. ഇതിൽ സ്ട്രെയിറ്റ് എഡ്ജും ഉണ്ട്, കർവ്ഡ് എഡ്ജും ഉണ്ട്. ഇവിടെയും സ്ട്രെയിറ്റ് എഡ്ജും ഉണ്ട്, കർവ്ഡ് എഡ്ജും ഉണ്ട്. സോ ദീസ് ഷേപ്സ് ഹാവ് ബോത്ത് സ്ട്രെയിറ്റ് സൈഡ്സ് ആൻഡ് കർവ്ഡ് എഡ്ജസ്. Let us try. Squiggly spiders. Squiggly the spider likes to make webs in different shapes. One day she begins to make triangular webs. സാധാരണ സ്പൈഡറിനെ പോലെയല്ല, ഈ ഒരു സ്പൈഡറിന് പല പല ഷേപ്സിലുള്ള വെബാണ് ഉണ്ടാക്കാൻ ഇഷ്ടം. How many triangles are there in the web? ഈ വെബിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഈ ഒരു ട്രയാങ്കിൾ 2, 3, 4, 5, 6 ഡയറക്റ്റ് ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി ഈ സെന്ററിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെയൊരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോ 7. ഇനി ഇങ്ങനെയൊരു ട്രയാങ്കിളും കൂടി ഉണ്ട് 8. അതേപോലെ ഇത് ബേസ് ആയിട്ട് ഇങ്ങനെയൊരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ ഇങ്ങനെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഔട്ടറിലൂടെ വരച്ചത് നിങ്ങൾക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾ അത് കൃത്യമായിട്ടും ട്രയാങ്കിൾ ഏതാണെന്ന് മനസ്സിലാക്കുക. അപ്പോ 8 കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? 9, 10. അപ്പൊ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 10 triangles. She likes to take a walk each morning and check if the walls of her web are strong. എല്ലാ ദിവസവും രാവിലെ ഈ സ്പൈഡർ ഒരു ചെക്കിംഗ് നടത്തും. എല്ലാ വാൾസും സ്ട്രോങ് ആണോ? Can she begin at point A and reach back to the same point without walking on any wall more than once? ഒരു വാളിലും രണ്ടാമത് നടക്കാതെ പോയിന്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് പോയിന്റ് എയിൽ തന്നെ എത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ട്രേസ് ആൻഡ് ഷോ സ്ക്വിഗ്ലീസ് പാത്ത്. ഇത് നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പസിൽ ആയിരിക്കും അല്ലേ? നമുക്കൊന്ന് നോക്കാം. ഇവിടെ എ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി, ഇങ്ങനെ മേലോട്ട് പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു. ഇനി ഇവിടെ എത്തി, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചെത്താം അല്ലേ? ഇത് ഒരു വേ മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കുറേ വേയിലും ഇതേ കാര്യം തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇതല്ലാണ്ട് വേറെ വേ കിട്ടി, അതുപോലെ ഒന്നിൽ കൂടുതൽ വേ കിട്ടിയ ആളുകളും കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. Her brother Wiggly, ആഹാ നല്ല പേരാണല്ലോ, made a web using rectangles. സിസ്റ്റർ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് വെബ് ഉണ്ടാക്കിയപ്പോൾ ബ്രദർ റെക്ടാങ്കിൾസ് ഉപയോഗിച്ചിട്ടാണ് വെബ് ഉണ്ടാക്കുന്നത്. ഹൗ മെനി റെക്ടാങ്കിൾസ് ക്യാൻ യു സീ ഇൻ ദിസ് വെബ്? ഇവിടെ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്? ഡയറക്റ്റ് ഉള്ളത് നമുക്ക് ഇങ്ങനെ ഉള്ളിൽ നമ്പർ ഇടാം. 1, 2, 3, 4, 5, 6 അല്ലേ? 6 ഡയറക്റ്റ് റെക്ടാങ്കിൾസ് ഉണ്ട്. ഇനി 2 റെക്ടാങ്കിൾ ചേർന്നിട്ടുള്ള റെക്ടാങ്കിൾസ് വരച്ചു നോക്കാം. ഇത് ഒരു റെക്ടാങ്കിൾ ആണ്, ഇതൊരു റെക്ടാങ്കിൾ ആണ്, ഇതൊരു റെക്ടാങ്കിൾ ആണ്, ഇത് ഒരു റെക്ടാങ്കിൾ ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇതും ഒരു റെക്ടാങ്കിൾ ആണ്. ഇപ്പൊ എത്രയായി? 1, 2, 3, 4, 5. 6 plus 5. 3 റെക്ടാങ്കിൾ ചേർന്നിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ഉണ്ടല്ലേ? വലിയൊരു റെക്ടാങ്കിൾ. ഇത് ഒരു റെക്ടാങ്കിൾ ആണ്. ഇനി റെക്ടാങ്കിൾസ് ഉണ്ടോ? നിങ്ങൾ നോക്കുക.
ഇപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 6 plus 5, 11, 11 plus 1, 12 rectangles. So how many rectangles can you see in this web? 12. He likes to take a walk at the end of each day and check if the walls of his web are strong. വിഗ്ലിക്കും എല്ലാ ദിവസവും അതിന്റെ വാൾസിലൊക്കെ പോയിട്ട് ഇത് സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. Can he begin at point A and leave from point B without walking on any wall more than once? Trace and show Wiggly's path. ഇവിടെ എ എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ബി എന്ന പോയിന്റിൽ നിന്ന് ലീവ് ചെയ്യണം, എല്ലാ വാളിലും പോകണം, ഒരു വാളിലും റിപ്പീറ്റഡ് ആയിട്ട് പോകാൻ പാടില്ല. ഈ ഇമേജിന് ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മൾ എയിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുക, എവിടേക്കെങ്കിലും പോകണല്ലോ, എന്നിട്ട് നമുക്ക് എയിൽ തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ വാളും കൂടി കവർ ചെയ്യും വേണം, എന്നിട്ട് ബിന്ന് ലീവ് ചെയ്യും വേണം. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ച് ഇവിടെ എത്താൻ നോക്കിയാൽ, ഇപ്പൊ ഈ എ എന്നുള്ള പോയിന്റിൽ ഓൾറെഡി ഇത് കവർ ചെയ്തു, ഇതും കവർ ചെയ്തു, പിന്നെ എങ്ങനെ തിരിച്ചു പോകും അല്ലേ? അപ്പൊ ഈ ഇമേജില് ഈ എ എന്ന പോയിന്റ് എടുത്തത് തെറ്റാണ്. അതുപോലെ തന്നെയാണ് ബി. ബി എ എന്ന് പറഞ്ഞ പോയിന്റ്സ് ഇപ്പൊ മാർക്ക് ചെയ്ത പോയിന്റ്സ് ആണെങ്കിൽ ഇവർ ഈ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നോ. അറ്റ്ലീസ്റ്റ് 3 ലൈൻ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ഒരു പോയിന്റിൽ നിന്ന് 3 ലൈൻ. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഒരു സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യാണ്ട് അവിടുന്ന് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്കുള്ള ടാസ്ക് ആണ് ഈ ഒരു എ ബി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, എന്നിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ പോയിന്റിലൂടെ തിരിച്ചു പോകാൻ പറ്റണം, എല്ലാത്തിലും കവർ ചെയ്യാനും പറ്റുമോ നോക്കണം. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. ട്രേസ് ആൻഡ് ഷോ വിഗ്ലീസ് പാത്ത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. യൂസ് 5 മാച്ച് സ്റ്റിക്ക് ടു മേക്ക് 2 triangles. ഡ്രോ ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഈ ഒരു 5 മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് 2 ട്രയാങ്കിൾസ് ഉണ്ടാക്കണം. പറ്റുമോ? പറ്റും അല്ലേ? 1, 2, 3, 4 മാച്ച് സ്റ്റിക്സ് ഇങ്ങനെ വെക്കുക. എന്നിട്ടോ സെന്ററിൽ ഒരു മാച്ച് സ്റ്റിക്ക് വെക്കുക. ഇപ്പൊ എന്തായി? മുകളിൽ ഒരു ട്രയാങ്കിൾ ആയി, താഴെ ഒരു ട്രയാങ്കിൾ ആയി. നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. മൂവ് 2 of these matchstick to form 4 triangles. ഇവിടെ ഏതെങ്കിലും 2 മാച്ച് സ്റ്റിക്കിനെ മൂവ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ആക്കുക. എന്നിട്ട് ഇപ്പോ 1, 2, 3 ട്രയാങ്കിൾസ് ആണുള്ളത്, അതിനെ 4 ട്രയാങ്കിൾസ് ആക്കി മാറ്റണം. നമുക്കിവിടെ ഇതിനെയും മൂവ് ചെയ്ത് നോക്കാം. എന്നിട്ടോ ഇതിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം, അതുപോലെ ഈ ഒരു ഇതിനെ നമുക്ക് ഇവിടേക്കും കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരും? ഈ സൈഡ് ഇവിടെ തന്നെ ഉണ്ട്, പുതിയത് വന്നത് ഇവിടെ എത്തി, വേറൊന്ന് ഇവിടെയും വന്നു. ഇപ്പൊ എത്ര ട്രയാങ്കിൾസ് ആയി? 1, 2, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ, റിമൂവ് 4 of these matchstick to leave only 3 triangles. നേരത്തെ പോലെ ഇവിടെ മൂവ് ചെയ്യാനല്ല, റിമൂവ് ചെയ്യാനാ. നമുക്ക് ഇതിൽ ഏതെങ്കിലും 4 മാച്ച് സ്റ്റിക്സ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ 3 ട്രയാങ്കിൾസ് മാത്രമാക്കാൻ നോക്കാം. 1, 2, 3, 4 ഈ 4 എണ്ണം കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോഴോ 1, 2, 3, 4 ഉണ്ടല്ലേ? ഇനി ഇത് 4 കളഞ്ഞാലോ? 1, 2, 3, 4 ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കളയാം, ഇത് കളയാം, ഇത് കളയാം, ഇത് കളയാം. ഇപ്പൊ എത്രയായി? 4 എണ്ണം കളഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടുക? മുകളിൽ ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾസ് ബാക്കിയായി. Model challenge. Can you make a model of solid shapes which has 12 straws and 8 clay balls? ഇവിടെ straws ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഷേപ്പിന്റെ എഡ്ജിലാണ്. അതുപോലെ ക്ലേ ബോൾസോ ഇത് കോർണേഴ്സ് ആണല്ലേ. സ്റ്റാർട്ടിങ്ങിൽ 3D ഷേപ്സിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മളെ നമ്പർ ഓഫ് എഡ്ജസും നമ്പർ ഓഫ് കോർണേഴ്സും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കേണ്ടത് 12 സ്ട്രോസ് അതായത് 12 എഡ്ജസും 8 ക്ലേ ബോൾസ് അതായത് 8 കോർണേഴ്സും ഉള്ള ഇതുപോലെയുള്ള ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാവും. 8 കോർണേഴ്സ് ആൻഡ് 12 എഡ്ജസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷേപ്പാണ് ക്യൂബ്. ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ക്യൂബ്. അതുപോലെ ക്യൂബോയിഡ് ഓർ റെക്ടാങ്കുലർ പ്രിസം. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഈ 2 ഷേപ്സും നിങ്ങൾക്ക് സ്ട്രോസും ക്ലേ ബോൾസും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ക്യൂബ്, ക്യൂബോയിഡ് ഓർ
റെക്ടാങ്കുലർ പ്രിസം. അടുത്തത് 9 സ്ട്രോസ് ആൻഡ് 6 ക്ലേ ബോൾ. 9 എഡ്ജസും 6 കോർണേഴ്സും ഉള്ള ഷേപ്പ് ഏതായിരുന്നു? 9 edges 6 corners. അത് ട്രയാങ്കുലർ പ്രിസം ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആണ് ട്രയാങ്കുലർ പ്രിസം. ഇനി 15 സ്ട്രോസ് ആൻഡ് 10 ക്ലേ ബോൾസ്. ഇത് ഉപയോഗിച്ചിട്ട് ഏത് ഷേപ്സ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു 15 സ്ട്രോ പോലെ 15 ലൈൻസ് ഒക്കെ വരച്ച് അതിൽ ക്ലേ ബോൾസ് ഒക്കെ ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു നമ്പർ കറക്റ്റ് ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് ഏത് ഷേപ്പാണ്? ഈ താഴെ നോക്കിയാൽ മനസ്സിലാവും. 1 2 3 4 5 പെന്റഗൺ ആണ് അല്ലേ? അപ്പൊ ഇത് പെന്റഗണൽ പ്രിസം ആണ്. പെന്റഗണൽ പ്രിസത്തിന് താഴെ 5 സ്ട്രോസ് ഉണ്ട്, മുകളിലും 5 സ്ട്രോസ്. അപ്പൊ 10 സ്ട്രോസ്, പിന്നെ ഈ സൈഡിലും 1 2 3 4 5 സ്ട്രോസ് ഉണ്ട്. 15 സ്ട്രോസ് ആയല്ലേ? ഇനി 10 ക്ലേ ബോൾസ്. മുകളില് 5 ക്ലേ ബോൾ ഉണ്ട്, താഴെയും 5 ക്ലേ ബോൾ ഉണ്ട്. അപ്പൊ ടോട്ടൽ 10 ക്ലേ ബോൾസ്. അപ്പൊ ഈ ഷേപ്പിന്റെ പേരെന്താണ്? പെന്റഗണൽ പ്രിസം. ഇനി അടുത്തത് 10 സ്ട്രോസ് ആൻഡ് 6 ക്ലേ ബോൾസ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു പെന്റഗണൽ പിരമിഡ് ആണ്. നേരത്തെ പെന്റഗണൽ പ്രിസം വരച്ചു, ഇത് പെന്റഗണൽ പിരമിഡ് ആണ്. 1 2 3 4 5 6 ക്ലേ ബോൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 1 2 3 4 5 6 7 8 9 10 സ്ട്രോസും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഏത് ഷേപ്പാണ്? പെന്റഗണൽ പിരമിഡ്. ക്ലാസിഫൈ ദീസ് ഷേപ്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആംഗിൾസ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഷേപ്സിന്റെ ഒക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തിന്റെ ബേസിലാണ്? അതിന്റെ നമ്പർ ഓഫ് ആംഗിൾസിന്റെ ബേസിൽ. ഫസ്റ്റ് 3 ആംഗിൾസ്. ഈ ഒരു ഇമേജ് 3 ആംഗിൾ ആണ്, ബി. പിന്നെയോ ഇത് 3 ആംഗിൾ ആണ്, ഡി. ഇതിലും 3 ആംഗിൾസ് ആണ്, എഫ്. അടുത്തത് 4 ആംഗിൾസ്. ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ. ഇത് 4 ആംഗിൾസ് ആണല്ലേ? അപ്പൊ ഇത് എ ഒരു 4 ആംഗിൾസ് ഉള്ള ഷേപ്പ് ആണ്. ഇവിടെയും 1 2 3 4. സി 4 ആംഗിൾസ് ഉള്ള ഒരു ഷേപ്പ് ആണ്. ഇതും 1 2 3 4 ആംഗിൾ ഉള്ള ഷേപ്പ് ആണ്, ജി. ഇനി 5 ആംഗിൾസ് എവിടെയാണുള്ളത്? ഒരു ഇമേജ് മാത്രമേ ബാക്കിയുള്ളൂ, ഇ. What relation do you notice between the number of sides and the number of angles? ഇതില് നമ്പർ ഓഫ് സൈഡ്സും ആംഗിൾസും തമ്മിലുള്ള റിലേഷൻ എന്താ? 3 ആംഗിൾസ് ഉള്ള എല്ലാ ഷേപ്പിനും 3 സൈഡ്സും ഉണ്ട്. അതുപോലെ 4 ആംഗിൾസ് ഉള്ള ഷേപ്സിനോ 1 2 3 4 സൈഡ്സ് ഉണ്ടല്ലേ? ഇവിടെയും 1 2 3 4 സൈഡ്സ് ഉണ്ട്. ഈ 5 ആംഗിൾസ് ഉള്ള ഷേപ്പില് 1 2 3 4 5 സൈഡ്സ് ഉണ്ട്. അപ്പൊ എന്താണ് അതിനർത്ഥം? ദ നമ്പർ ഓഫ് ആംഗിൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ്സ്. ഒരു ക്ലോസ്ഡ് ഷേപ്പിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും ആംഗിൾസും ഉണ്ടായിരിക്കും. ഡ്രോ എ 2D ഷേപ്പ് ദാറ്റ് ഹാസ് ലെസ് ദാൻ 5 ആംഗിൾസ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി 5 ആംഗിൾസ് ആണെങ്കിൽ 5 സൈഡ്സ് ഉണ്ടാവുമല്ലോ. ലെസ് ദാൻ 5 ആംഗിൾസ് ആണെങ്കിൽ 4 സൈഡ്സോ 3 സൈഡ്സോ 2 സൈഡ്സോ ഒക്കെ ആയിരിക്കും. 2 സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് സ്ട്രക്ചർ ഇല്ല. ഇപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരയ്ക്കാം. എന്ത് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി ഡ്രോ എ 2D ഷേപ്പ് വിത്ത് മോർ ദാൻ 5 ആംഗിൾസ്. ഓഫ് കോഴ്സ് 5നേക്കാളും കൂടുതലുള്ള ഒരു ഷേപ്പ് 6 സൈഡ് വരയ്ക്കാം, 7 സൈഡ് വരയ്ക്കാം, 8 സൈഡ്സ് വരയ്ക്കാം അല്ലെ? നമുക്കിവിടെ ഒരു ഹെക്സഗൺ വരയ്ക്കാം. ഇതിന് 6 സൈഡ്സ് ആണ്, ഇതില് 6 ആംഗിൾസും ഉണ്ട്. മാർക്ക് ദ റൈറ്റ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് റൈറ്റ് ആംഗിൾസ് ഇൻ ഈച്ച് ഫിഗർ. ഓരോ ഫിഗറിലും എത്ര റൈറ്റ് ആംഗിൾ ഉണ്ട് നോക്കാം. ആദ്യം 1 2 3 4. ഇവിടെ 4 റൈറ്റ് ആംഗിൾ. ഇവിടെയോ ഇതൊരു അക്യൂട്ട് ആംഗിൾ ആണ്, ഇത് രണ്ടും ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഇത് ഒരു ട്രയാങ്കിളിനെ കുറിച്ച് ചരിച്ചു വെച്ചു എന്നേ ഉള്ളൂ. ഈ 2 ലൈനും മീറ്റ് ചെയ്യുന്നത് കണ്ട റൈറ്റ് ആംഗിളിനെ പോലെ ഉണ്ടാകും. ഇനി നിങ്ങളൊരു സ്കെയിൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്. ഈ ഇമേജിലോ ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആണ്, ഇത് രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആണ്. അപ്പൊ ഇവിടെ 0, ഇവിടെയും 0 ആണ്.
ഇവിടെയോ ഈ ഒരു ചിത്രത്തിലും ഒരു റൈറ്റ് ആംഗിൾ പോലും ഇല്ല, 0. ഇവിടെയോ ഇതൊരു സ്ക്വയർ കുറച്ച് ചരിച്ചു വെച്ചിരിക്കുകയാണ്. സോ 1 2 3 4 റൈറ്റ് ആംഗിൾസ് ഉണ്ട്. വിച്ച് ഓഫ് ദ എബോ ഷേപ്സ് ഹാവ് ഓൺലി റൈറ്റ് ആംഗിൾസ്? ഇതിൽ റൈറ്റ് ആംഗിൾസ് മാത്രമുള്ള ഷേപ്സ് ഏതാണ്? ആദ്യത്തെ ഇതും പിന്നെ ഇതും അല്ലെ. അപ്പൊ സ്ക്വയർ ആൻഡ് റെക്ടാംഗിൾ, ഈ രണ്ടിനും റൈറ്റ് ആംഗിൾ മാത്രമേ ഉള്ളൂ. ഒബ്സർവ് ദ ഫോളോയിങ് ഷേപ്സ്. ഇവിടെ കുറെ ഷേപ്സ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഷേപ്പ് ദാറ്റ് ഹാസ് 2 റൈറ്റ് ആംഗിൾസ്, 1 acute and 1 obtuse angle. കുറെ ഷേപ്സ് ഉണ്ട്, ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. നമുക്ക് ഓരോന്നോരോന്ന് നോക്കി നോക്കി പോവാം. ആദ്യം 2 റൈറ്റ് ആംഗിൾസ് ഉള്ള 1 2, ഇതിൽ 2 റൈറ്റ് ആംഗിൾസ് ഉണ്ട്. ഇനി 1 acute and 1 obtuse. യെസ്, 1 acute and 1 obtuse. അപ്പൊ ഇത് കട്ട് ചെയ്തു, ഇത് നമുക്ക് ഇവിടേക്ക് കൊടുക്കാം 2. ഇനി ഇതുപോലത്തെ സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. 2 റൈറ്റ് ആംഗിൾ ഉണ്ട്, ഒരു ഒബ്റ്റ്യൂസ് ഉണ്ട്, ഒരു അക്യൂട്ട് ഉണ്ട്. 2 7. പിന്നെ ഇനി അതുപോലെ വേറെ ഏതെങ്കിലും 2 റൈറ്റ് ആംഗിൾസ് ഉള്ളത് വരുന്നുണ്ടോ? ഇപ്പൊ കാണുന്നില്ല, നമുക്ക് നോക്കാം. ഇനി 1 റൈറ്റ് ആംഗിൾ, 2 ഒബ്റ്റ്യൂസ് ആൻഡ് 1 അക്യൂട്ട് ആംഗിൾ. 1 റൈറ്റ് ആംഗിൾ ഉള്ള സ്ട്രക്ചർ ഏതാണ്? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്, 2 ഒബ്റ്റ്യൂസ് ആംഗിൾസ് ഉണ്ട്, ഒരു അക്യൂട്ട് ആംഗിൾ ഉണ്ട്. യെസ്, ഇത് 10. 1 റൈറ്റ് ആംഗിൾ ഉള്ള വേറെ ഏതെങ്കിലും ഷേപ്പ് ഉണ്ടോ? നമുക്ക് നോക്കാം. ഇപ്പൊ ഇനി 2 ഒബ്റ്റ്യൂസ് ആംഗിൾ ആൻഡ് 2 അക്യൂട്ട്. 2 ഒബ്റ്റ്യൂസും 2 അക്യൂട്ടും മാത്രമുള്ള ഷേപ്സ്. ഇതില് 2 അക്യൂട്ട് ആംഗിളും 2 ഒബ്റ്റ്യൂസ് ആംഗിളും ഉണ്ട്. സോ 3 is coming here. അതിനുശേഷം ഇത് 2 acute angles, 2 obtuse angle. 8. 2 acute angle and 2 obtuse angle. 9. അതിനെ കട്ട് ചെയ്യാം. 2 acute angle, 2 obtuse angle. 11. ഇനിയോ 2 acute angle, 2 obtuse angle. ഈ 5 അതുപോലത്തെ ഒരു ഷേപ്പ് ഇവിടെയുമുണ്ട്. 2 acute angle, 2 obtuse angle. That is 13. അതിനെയും കട്ട് ചെയ്യാം. ഇനി 4 റൈറ്റ് ആംഗിൾസ്. ഇത് 4 റൈറ്റ് ആംഗിൾസ് ആണല്ലേ. 6. ഇനി 4 റൈറ്റ് ആംഗിൾസ്, 4 14 and 12. 12 and 14. ഈ ഒരു ഷേപ്പോ 1 acute, 1 acute, 1 acute. 3 acute ആംഗിൾ ഉള്ള ഒന്നിലും നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് നമുക്ക് എവിടെയും വരുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ നമുക്ക് പറ്റുക. ഇതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഷേപ്സിനെ പറ്റി വളരെയധികം കാര്യങ്ങൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ ഈ എക്സസൈസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത്. കൺഫ്യൂഷൻ വരികയാണെങ്കിൽ മാത്രം ഈ വീഡിയോസ് നോക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് കാണുന്നത് വരെ ബൈ.